എടാ നീ ഇനിയെങ്കിലും തിരിഞ്ഞിരിക്കേ. എത്ര നേരം എങ്ങനെ യാത്ര ചെയ്യാ? ഇല്ല ബ്രോ, ഇതുവരെയുള്ള എൻ്റെ സഞ്ചാരത്തിൽ പോകാനുള്ള ദൂരത്തെക്കുറിച്ച് മാത്രമേ ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവൾ വിട്ട് എത്ര ദൂരം പോകേണ്ടി വരുന്ന ആലോചിക്കുന്നത് ഈ ദൂരം വേദനിപ്പിക്കുന്നുണ്ട് ബ്രോ. മിസ്സിംഗ് മൈ യൂണിക്. ഇനി എത്ര ദൂരമുണ്ട് ബ്രോ? ഞാനല്ല തള്ളണേ, പിന്നെ നീ എന്തിനാ ചോദിക്കണേ? ഇതാണ് പെട്രോൾ പമ്പ് ബ്രോ. വെള്ളടിക്കാല്ലേ? ഓ അമ്മച്ചി ഇത്തിരി പെട്രോൾ വേണമായിരുന്നു. ദാ എടുത്തോ മോനെ. ചെറുത് 50, വലുത് 100. നമ്മുടെ കയ്യിൽ കാശില്ല. റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. നീ തന്നെ ചെയ്തു നോക്ക്. മുത്തശ്ശി, ഞങ്ങൾക്ക് പെട്രോൾ വേണം, പക്ഷെ കയ്യിൽ പൈസ ഒന്നുമില്ല. പറയടാ. അമ്മച്ചി, ഞങ്ങളൊരു അത്യാവശ്യ കാര്യമായിട്ട് പോവാ. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കാശ് തരാം. ഇതിന്ന് കിട്ടുന്ന വെച്ചാ ഞാൻ കഞ്ഞി കുടിച്ചു പോകുന്നത്. പറയല്ല മോനെ, നിങ്ങൾ എന്റെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ചു. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഉറപ്പായിട്ടും കാശ് നിങ്ങൾ തിരിച്ചു വന്നിട്ട് എപ്പോ തരുമെന്നാ പറയുന്നത്? ഇത് വിട്ടിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. ഇതെന്തിനാ എനിക്ക്? ഇത് നീ തന്നെ കൊണ്ടുപോക്കോ. ഇത് കൊടുത്ത അരിയൊന്നും കിട്ടത്തില്ലല്ലോ. കാശ് തന്നിട്ട് പോ മക്കളെ. പ്ലീസ് മുത്തശ്ശി, ഞങ്ങളുടെ അവസ്ഥ അങ്ങനൊന്നും പറയല്ലേ മക്കളെ. ഞങ്ങളിവിടെ ഒരുപാട് കഷ്ടത്തിലല്ലേ മോനെ. ദിവസം ഭക്ഷണത്തിനുള്ള കാശ് ഉണ്ടാക്കുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഞാനിത് എന്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് തരും? തരില്ലേ? എന്നാ കൊണ്ടുപോകും. സാരേ, കാശ് എന്തായാലും ഞങ്ങൾ തരും. ഗുഡ് ജോബ് ബ്രോ. ഓപ്പൺ ചെയ്ത് എടാ. അതെ, ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി. അവിടെ ചെന്നിട്ട് ഒരാളെ കാണാനുണ്ട്. അതൊക്കെ പറയാം, നീ വണ്ടി എടുക്ക്. ഓക്കെ ബ്രോ. അവിടെ നിന്ന് ലെഫ്റ്റ്. അവിടെ അവിടെ. ഇവരാരാ ബ്രോ? ഭയങ്കര മോഡേൺ കോസ്റ്റ്യൂമിലേക്കാണല്ലോ ഇരിക്കുന്നത്. എടിയോ, അങ്ങനൊന്നും പറയാൻ പാടില്ല ബ്രോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവം കിട്ടും. അദ്ദേഹം വലിയൊരു സ്വാമിജിയാണ്. എന്താ ബ്രോ ഇത്? ഇദ്ദേഹം മനുഷ്യൻ തന്നെയല്ലേ? മനുഷ്യനാണ്, പക്ഷെ നമ്മളെ പോലെ സാധാരണക്കാരനല്ല. സോറി സ്വാമി, അറിയാതെ പറഞ്ഞു പോയതാ. അവൻ ഈ നാട്ടുകാരനല്ല. ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അനിയ. ഇവനിപ്പോൾ യാത്ര ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇവൻ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാൻ പോകുന്നു. ഈ യാത്ര ഇവന്റെ ജീവിതത്തെ ഒരു വലിയ അത്ഭുതമാക്കി മാറ്റും. എന്താണ്? ഞാൻ അന്ധകാരത്തിൽ ജീവിക്കുകയാണെന്നോ? എന്റെ ജീവിതം ഇനി അങ്ങോട്ട് മാറാൻ പോവാന്നോ? അതേ മകനെ. ഇടാൻ നല്ല ഡ്രസ്സ് പോലും ഇല്ല, എന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കണം? പോളിഷ്നസ് ബ്രോ. ഓർമ്മ വെച്ചോളൂ മകനെ, മനുഷ്യൻ എപ്പോഴും അവന്റെ ഭാവി കാലം എങ്ങനെ മാറുമെന്ന് പ്രവചിക്കാനേ ആവില്ല. നന്നായി വരും. ഓ ഗ്രേറ്റ്. ആയുഷ്മാൻ ഭവ. വാ ബ്രോ. സ്വാമി, പോയിട്ട് വരാം. എന്നെ അനുഗ്രഹിക്കണം, എന്നെ മാത്രം. ഹലോ, എപ്പോഴാ ഏട്ടാ വീട്ടിൽ വരുന്നത്? അല്ല, എപ്പോ വരൂന്ന് നിങ്ങളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ലല്ലോ. വിളിക്കുമ്പോഴൊക്കെ സിഗ്നലില്ല, അതുകൊണ്ട് എനിക്ക് കോൾ ചെയ്യാൻ പറ്റാഞ്ഞേ. നിങ്ങൾ ആ സിഗ്നൽ കിട്ടുന്നിടത്തോട്ട് മാറി നിൽക്ക്. ഹലോ, അതെ, എനിക്കൊന്നും മനസ്സിലാവണില്ല. നീ പറഞ്ഞ കട്ടായി കേൾക്കുന്നേ. നിങ്ങളെ ഞാൻ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടതല്ലേ, എന്നിട്ട് നിങ്ങൾ ആ വഴി എങ്ങോട്ടാ പോയത്? എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേന്ന്? നീ എന്തൊക്കെ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൻ കപ്പലണ്ടി വാങ്ങിക്കാനായിട്ട് കോട്ടയത്ത് പോയെന്നാ? ആ കടലക്കറി. നിങ്ങളുടെ ATM കാർഡിന്റെ പിന്നൊന്ന് പറഞ്ഞു തന്നെ. ATM കാർഡ്, പാസ്പോർട്ട്, ATM കാർഡിന്റെ ശരി. അപ്പൊ എനിക്ക് മനസ്സിലായി. ഇവിടെ ഭയങ്കര ഇടിമഴ, സിഗ്നൽ കെട്ടാണ്. എന്റെ പൊന്നേ, കല്യാണം കഴിക്കരുതളിയാ.
എടാ ഇത് എന്താ ഇത്? എത്ര ദിവസമായി ഒന്നും കഴിക്കുന്നുമില്ല. ഈ നാട്ടുറോട്ടിൽ വന്നിങ്ങനെ കിടന്ന് ആരോടെങ്കിലും കാശ് കടം ചോദിക്കാം. വേണ്ട ബ്രോ, എനിക്കുള്ള കണ്ടീഷൻസ് പ്രകാരം ഞാൻ ആരുടെ അടുത്ത് പോയി കാശോ സഹായോ ഒന്നും ചോദിക്കരുത്. ഒരേ ഒരു കാര്യം, എന്റെ കൂടെ ചേർന്ന് നീയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ കഷ്ടപ്പാട് കാണുമ്പോഴാണ് എന്റെ പ്രശ്നങ്ങളൊന്നും ഒന്നല്ലാന്നാ വന്നേ. അതുകൊണ്ടല്ല ബ്രോ, എനിക്ക് വിശപ്പ് എന്താണെന്നറിയില്ല, ബുദ്ധിമുട്ടുകൾ അറിയില്ല, ചെറിയൊരു വേദന പോലും അറിഞ്ഞിട്ടില്ല. അതൊക്കെ പാസ്റ്റില്. പക്ഷെ ഇപ്പം എല്ലാം അറിയാം എനിക്ക്. അതിന്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് ചേഞ്ച്. ബി പോസിറ്റീവ്. എന്താ ഏട്ടാ ഇവിടെ ഇരിക്കുന്ന? ഈ നാട്ടിൽ നിങ്ങൾ പുതിയതായിട്ടാണോ? ആ മോളെ, ഞങ്ങൾ കുറെ ദൂരത്തുനിന്ന് വരിക. ഈ നാട്ടിലുള്ള ആരെയും ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ റോട്ടിൽ കിടക്കുന്നത്. അയ്യോ, എന്താ മോളെ, നീ എന്തിനാ ജോലിക്ക് ചെയ്യുന്നത്? സ്കൂളിൽ പോകാറില്ല? മുൻപ് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ പോണ്ടെന്നാ പറയുന്നേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നൂടെ? വീട്ടിലെ ഞാനും എന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ ചേട്ടന്മാരെ. താങ്ക്സ് മോളെ. സമയങ്ങളുണ്ട് പോയാലോ? അല്ല, നമുക്ക് പോവാം ബ്രോ. ആ കൊച്ചു വിളിക്കുന്നത് കണ്ടില്ലേ? കൊതുകടി കൊണ്ട് കിടക്കണോ ഇവിടെ? വാ ചേട്ടാ, എന്റെ വീട്ടിലേക്ക് വാ. എന്റെ ആവശ്യം കൊച്ചു വിളിക്കല്ലേ, വാ പോവാം. ചേട്ടന്മാരെ, ആ വെള്ളത്തിൽ കാല് കഴിയിട്ട് ദേ ഇവിടെ ഇരുന്നോ. ആ ശരി മോളെ. എടാ നിന്റെ കാല് കഴിക്കോ? ആ നീ പിന്നെ വെള്ളമല്ലല്ലോ, പേപ്പറിന്റെ ആളല്ലേ. സാൻഡ്വിച്ച് അതൊന്നും ചോദിക്കണ്ട, ഇപ്പൊ കൊണ്ടുവരും, നോക്കിക്കോ. ദാറ്റ്സ് ഓക്കേ. അമ്മേ ബ്രോ, ഈ റോപ്സ് എന്താ? നല്ല വിശപ്പുള്ള സമയത്ത് ഇങ്ങനെ സംശയിക്കാൻ പാടില്ല. ആരാടി അവിടെ? അച്ഛാ, അവര് നമ്മുടെ നാട്ടില് പുതുതായിട്ട് വന്നതാ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാ. ഇവിടെ വാഷ്റൂം എവിടെയായിരിക്കും? യാ ബ്രോ, ഇവിടെ മുഴുവൻ വാഷ്റൂംസ് അല്ലേ? കാണുന്നൊക്കെ വാഷ്റൂമാ. ഓ ബുൾഷിറ്റ്. ചേട്ടന്മാരെ, എന്താ കഴിക്കാൻ വേണ്ടേ? ഇപ്പോഴത്തെ ഈ അവസ്ഥയില് എന്തായാലും കുഴപ്പമില്ല മോളെ. പിച്ചക്കാർക്ക് വരെ 4 നേരം ദാ ഭക്ഷണം പിടിക്ക് കിട്ടുന്ന കാലം. കഴിച്ചോ. എനിക്ക് അല്ല, ഇങ്ങോട്ട് തന്നേക്ക്. ദിസ് ഇസ് വാട്ടർ. വാട്ടർ അല്ലടാ, കഞ്ഞിന്ന് പറയാ. ഇവിടെ എത് കിട്ടിയ മഹാഭാഗ്യ. കഴിക്കാനേ കഴിക്കടാ ബ്രോ. ഞാൻ ഈ ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചല്ല വിഷമിക്കുന്നത്, ആ കൊച്ചിന്റെ കാര്യം ആലോചിച്ചിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. എന്താ ബ്രോ, മദർ തെരേസ പോലെ ഫോറിനിൽ നിന്ന് വന്നിട്ട് ഇന്ത്യ മുഴുവൻ നന്നാക്കാൻ പോവാ? അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. നീ ഇരുന്ന് കഴിക്കാൻ നോക്ക്. നമുക്ക് നോക്കാം. ആ നോക്കാം. ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. താങ്ക് യു. ഇങ്ങോട്ട് തന്നെ കേട്ടാ. ഹാൻഡ് വാഷ് ബ്രോ. വാ, കൈ കഴുകാം. ബ്രോ, ഇത് രണ്ടുപേർക്കും കൂടി കംഫർട്ടബിൾ എന്നാ ആയിരിക്കും. നീ താഴെ കിടന്നോ. ഓക്കെ. പിന്നെ ഇവിടെ സ്വീറ്റ് റൂം ബുക്ക് It's okay. ചെയ്തിട്ടിരിക്കല്ലേ, വേണേ കിടന്നുറങ്ങടാ. പോന്നപ്പോ വലിച്ചോണ്ട് പോലെ തണുക്ക്. ബ്രോ, എന്താ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബ്രോ, പോയി കിടന്ന് ഉറങ്ങാർക്ക. ആ കൊച്ചു ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയല്ലോ. ആ പെങ്കൊച്ച് ഭക്ഷണം കഴിച്ചില്ല. നീ എന്താ പറഞ്ഞ? ഞാൻ കണ്ടതല്ലേ. ചെല്ലു, പോയി നോക്കിട്ടോ. ആ നിക്ക് ചോദിക്കാം. ഒന്നുമില്ല ബ്രോ. ആ ഇതിലൊന്നും ഇല്ല. ആ കൊച്ചിനുള്ള ഭക്ഷണം നമുക്ക് തന്നിട്ട് കഴിക്കാതെ കിടന്ന്. ബ്രോ, ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നത് നല്ലതല്ല. അത് ശരിയടാ ബ്രോ. നിനക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വല്ല ഐഡിയ ഉണ്ടോ? പിന്നെ അറിയാൻ പാടില്ല. പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് രസം ഉണ്ടാക്കി കൊടുക്കാന്നേ. ഓക്കെ, ലെറ്റ്സ് ഗോ. നോക്കി ഇപ്പൊ അടുപ്പിനകത്ത് പോയേനെ. ഇതിന് ആവശ്യമുണ്ടോ? ആ ഇതൊക്കെ ആവശ്യമുള്ള ബ്രോ. എന്താ ബ്രോ? അത് അവിടെയല്ല ബ്രോ. നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ട്രൈ ചെയ്താലോ? എന്തിനാടാ ഇതെടുത്ത് തലവണ്ടയ്ക്ക് അടിക്കാനാ? അതൊന്നും വേണ്ട, ആവശ്യമില്ല.
ബ്രോ വാട്ടർ വറ്റി പോവോ? വാട്ടർ അതൊക്കെ വറ്റി കുറഞ്ഞോളും. ഇത് വറ്റി കഴിയുമ്പോഴേ ഇത് ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റ് ആവും. സെറ്റാണ്. വിളിച്ചോ. റെഡിയായോ? എന്നാ ഞാൻ ആ കൊച്ചിനെ വിളിക്കാം. വിളിച്ചോ. നീ വിളിക്കുമ്പോഴേക്ക് ഞാൻ ചോറെടുത്ത് ഇതിനകത്തേക്ക് ഇടാം. മോള് ഭക്ഷണം കഴിക്കാതല്ലേ കിടന്നുറങ്ങി? വന്നേ, എന്നിട്ട് ഒന്ന് കഴിച്ചേ. മോളെന്താ ഭക്ഷണം കഴിക്കാണ്ട് കിടന്നേ? എങ്ങോട്ടിരുന്നു? കഴിക്കേ. ചേട്ടനും അതിനൊന്നും കഴിച്ചില്ലല്ലോ. ഇല്ല മോളെ, എന്റെ വയററിഞ്ഞു. ഇല്ല, ഞാൻ കണ്ടതാ. ദാ. താങ്ക്സ് ബ്രോ, ഇത് പ്രിപ്പയർ ചെയ്ത്. ഇനിയെങ്കിലും പോയി കിടന്ന് ഉറങ്ങേട്ടാ. മോള് വീട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്. ഇന്ന് കുറെ അധികം പണിയെടുത്ത് ഞാൻ. നീ പൊളിയാടാ. വീട്ടില് ബിരിയാണി വെക്കുന്നവന് രസമൊക്കെ സിമ്പിൾ അല്ലേ?